ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ ഒരു 7-7:30 ആയപ്പോൾ ഞാൻ വന്നിട്ട് ഫ്രണ്ടിൽ വന്ന് നോക്കുമ്പോൾ ചെറിയൊരു മഴക്കാറുണ്ട് കേട്ടോ. എന്നാൽ അത്യാവശ്യം വെയിലുണ്ട്. അങ്ങനത്തെ ഒരു പ്രതീതിയായിരുന്നു ഇന്ന്. അങ്ങനെ അവിടുന്ന് നേരിട്ട് ഞാൻ അടുക്കളയിലേക്ക് പോയി. അപ്പോൾ അവിടെ എൻ്റെ നാത്തൂന് രാവിലക്കത്തുള്ള അപ്പം, ചായ, കറി, അതുപോലെ പണിക്ക് കുട്ടികൾ പോകുന്നുണ്ട്. അപ്പോൾ പണിക്ക് പോകുന്ന കുട്ടികൾക്ക് ചോറ് കൊണ്ടുപോകാനുള്ള ചോറും കറിയും കൂട്ടാനുകളൊക്കെ അതുണ്ടാക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കാണ് അവർക്ക്. അങ്ങനെ അവിടുന്ന് നേരെ ഞാൻ മുന്നാരത്ത് എത്തിയപ്പോഴേക്കും മഴ പെയ്തു. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അവിടുന്ന് നേരിട്ടൊരു അടുക്കളയിലേക്ക് ചെന്ന് അങ്ങനെ പണിക്കാർക്കുള്ള പച്ചക്കായ ഉപ്പേരി, അത് പിന്നെ ഞാൻ ചായയും കടിയും കുടിച്ച്, പുട്ടും കടലക്കറിയും ചായയും കുടിച്ചു കേട്ടോ. അപ്പോൾ അതിനുശേഷമാണ് പച്ചക്കായ ഉപ്പേരി ഉണ്ടാക്കിയത്. ഉപ്പേരിക്ക് പണിക്കാർക്ക് കഞ്ഞി കൊടുക്കാനുള്ള ഇതാണ്. അപ്പോൾ അതുകൊണ്ട് പച്ചക്കായ തൊലി കളഞ്ഞതിൻ്റെ ശേഷം ആ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വെട്ടിയെടുക്കുക. എന്നിട്ട് അതിൽ കഞ്ഞിരവെള്ളം ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കറ പോവും. പിന്നെ ഞാനൊരു കറി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇതൊരു സിമ്പിൾ കറിയാണ് കേട്ടോ. ഇപ്പോൾ ഈ മഴക്കാലത്ത് മീനൊന്നും കിട്ടാത്ത സമയത്ത് എല്ലാവർക്കും ഉപകാരത്തിൽപ്പെടും. അപ്പോൾ പുളി വെള്ളം ഒഴിച്ചതിൻ്റെ ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തിളച്ച് വരണം, മൂടി വെച്ച് വേവിക്കുക. പിന്നെ പച്ചരിയാണ്, അത് കുതിർത്ത് വെച്ചത് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുക. അങ്ങനെ വെള്ളം ഒഴിച്ചതിൻ്റെ ശേഷം അടിച്ചെടുക്കണം. എന്നിട്ട് അടുക്കളയിൽ ചെന്നപ്പോഴേക്കും അതാ നമ്മൾ പുളിവെള്ളം നന്നായി വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് അരച്ച് വെച്ച പച്ചരിയെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കുക. ഇത് തൈര് ഒഴിക്കാത്ത മോര് കറിയാണ് കേട്ടോ. തൈരോ മോരോ ഒന്നും ഒഴിക്കാത്ത ഒരു മോര് കറി എന്നാണ് ഇതിന് പറയുക. കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് നിന്ന് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് തേങ്ങ എടുക്കുക കുറച്ച്, പിന്നെ കുറച്ച് ചെറിയ ജീരകം, നല്ല ജീരകം, പിന്നെ വെളുത്തുള്ളി, ചെറിയ ഉള്ളി, അതെല്ലാം കൂടി അടിച്ചെടുത്തത് ഈ കറിയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ മറ്റൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കടുകിട്ട് പൊട്ടിക്കുക, കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നേരെ ഒഴിച്ച് കൊടുക്കുക കറിയിലേക്ക്. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ കറി. അടിപൊളി കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഈ മഴ സമയത്ത് മീനൊന്നും കിട്ടാത്ത സമയത്ത് ഇങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്ത് നോക്കിയാൽ നല്ലതായിരിക്കും. പണ്ട് നമ്മളമ്മമാരും വല്യമ്മമാരൊക്കെ ഉണ്ടാക്കിയിരുന്ന ഒരു കറിയാണിത് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, കമൻ്റ് അറിയിക്കണം. പിന്നീട് ഞാൻ പണിക്കാർക്കുള്ള കേബേജ് ഉപ്പേരി, കൊത്തമരയും കൂടി ചേർത്തിട്ട് ഉപ്പേരി ഉണ്ടാക്കി കഷ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ അടുത്തേക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വന്നതാണ് കേട്ടോ, ഓർഡർ ചെയ്തതാണിത്. 360 രൂപയ്ക്ക് ഒരു ടോപ്പ്. അപ്പോൾ ഈ ടോപ്പ് ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.